പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾക്ക് ഒരു കോവയ്ക്ക കൊണ്ട് ഒരു സാധാരണ നാടൻ കറി ഉണ്ടാക്കിയാലോ? കോവയ്ക്കത്തോരൻ. നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയല്ലേ കോവയ്ക്കത്തോരൻ. ബ്ലഡ് പ്രഷറിനൊക്കെ വളരെ നല്ലതാണ് കോവയ്ക്കക്കറി. അപ്പം നമുക്കത് ഉണ്ടാക്കിയാലോ? അപ്പം എല്ലാവരും വരും, നമുക്ക് ഒരു കോവയ്ക്കത്തോരൻ തയ്യാറാക്കാം. ആദ്യം നമ്മൾ കോവയ്ക്കൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതിൽ പറ്റി പിടിച്ചാലേ പൂവ് തണ്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ ശരിക്കും കഴുകണം, പല പ്രാവശ്യം കഴുകണം. അപ്പോൾ മാത്രമേ അത് ശരിയാവുള്ളൂ. നല്ലോണം കഴുകി വൃത്തിയാക്കി നമ്മൾ ചെറിയതായിട്ട് അരിയാൻ പോവുകയാണ്. അതിൻ്റെ കൂട്ടുകാരായി കുറച്ച് സാധനങ്ങളും കൂടി നമുക്ക് വേണം. കുറച്ച് പച്ചമുളകും അരിഞ്ഞെടുക്കുക, ഒരു സവാളയും കൂടെ അരിഞ്ഞെടുക്കാം. പച്ചമുളക്, സവാള ഇതൊക്കെ കൂടെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എളുപ്പമാണ് പണി. രണ്ടറ്റവും കുറച്ച് ഇങ്ങനെ കളഞ്ഞ് ചെറുതായി കീറി കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് കോവയ്ക്ക അരിഞ്ഞെടുക്കുന്നത് മാത്രമേ ഒരു പണിയുള്ളൂ. അതിങ്ങനെ ലേശം അരിഞ്ഞ് ചെയ്യാറുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ? വളരെ പോഷകസമ്പുഷ്ടമായ ഒരു ഭക്ഷണമാണ് കോവയ്ക്ക. മഴക്കാലത്ത് ധാരാളമായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ്. കുറച്ച് നേരത്തെ പണിയുള്ളത് ഇതാണ്. ചെറുതായി അരിഞ്ഞ് എടുക്കുക എന്നുള്ളതൊരു പണിയാണ്. വേറെ ഇപ്പം നമുക്ക് വലിയ പണിയൊന്നുമില്ല. ഇത് അരിഞ്ഞ് കഴിഞ്ഞാൽ വേഗം കഴിഞ്ഞു പണിയൊക്കെ. നാലായി കീറിയിട്ടാണ് കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് അരിയുന്നത്. ഒരു 4-5 പച്ചമുളകും എടുത്ത് വെക്കുക. നമ്മൾ ഇതിൽ ചേർക്കുന്ന പച്ചമുളകാണ് പ്രധാനമായിട്ട് ചേർക്കുന്ന പച്ചമുളകാണ്. പച്ചമുളകൊക്കെ അരിഞ്ഞ് സവോളയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പണി പിന്നെ വേഗം കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കഷ്ണങ്ങൾ ഇങ്ങനെ കാണാൻ. നമ്മൾ അരിഞ്ഞ് സുന്ദരമായി അരിഞ്ഞെടുത്ത കഷ്ണങ്ങളൊക്കെ നോക്കിയിരിക്കാൻ ഭയങ്കര രസമാണ്. അതിൻ്റെ പച്ചപ്പ് എല്ലാം. ഭയങ്കര രസകരമായ ചില ഘട്ടങ്ങളാണ്. കടുക്, മുളക്, കറിവേപ്പില ഇതൊക്കെ പൊട്ടിച്ച് നമ്മളതിലേക്ക് ഈ അരിഞ്ഞു കൊണ്ടുവന്ന വെജിറ്റബിൾസൊക്കെ ഇട്ട് ഇളക്കിയെടുക്കുക. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. മുളകിന് നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്, അപ്പോൾ അത്രയും സാധനം മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക, ഇത്ര തന്നെ. സവാള, കടുക് പൊട്ടിക്കുമ്പോൾ കടുക്, മുളക്, കറിവേപ്പില ഇട്ടിട്ടാണ് നമ്മൾ പച്ചക്കറിയിലേക്ക് ഇട്ടത്. ഇന്ന് ലൈറ്റ് കുറച്ച് കുറവുണ്ട്, അപ്പോൾ നമ്മൾ കാലത്ത് നമുക്ക് ധാരാളം കിട്ടുന്ന ഒരു വസ്തുവാണ് കോവയ്ക്ക. നമ്മുടെ ബ്ലഡ് പ്രഷറിനൊക്കെ വളരെ നല്ലതാണ്.
വെളിച്ചം കുറച്ച് കുറവാണ്. നല്ല മഴയും. വെള്ളം ഒഴിച്ചിട്ടില്ല, നമ്മളതിനെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഇങ്ങനെ പതുക്കെ ഇളക്കി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തീ ചെറുതാക്കി വെക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ ഇളക്കി എടുത്താൽ ഇത് പതുക്കെ ഇങ്ങനെ വെന്ത് കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. തയ്യാറായി കഴിഞ്ഞു. നമുക്കതൊരു സർവിങ് ഡിഷിലേക്ക് പതുക്കെ മാറ്റാം. വളരെ പോഷകസമൃദ്ധമായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ കോവയ്ക്ക ഒക്കെ നമ്മൾ കിട്ടുമ്പോൾ ഇതൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ കോവയ്ക്കയുടെ തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കോവയ്ക്ക കിട്ടുമ്പോൾ എല്ലാവരും ഉണ്ടാക്കുക.
അപ്പോൾ ഇതിലെ ചേരുവകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. എല്ലാവരും നാട്ടിലും ഉണ്ടാക്കുന്നതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളും ഉണ്ടാക്കുക. താങ്ക് യു.